ಒಂದು ತಿಂಗಳ ಕಠಿಣ ವ್ರತಾಚರಣೆಯ ಬಳಿಕ ಮುಸಲ್ಮಾನ ಬಾಂಧವರು ನಾಪೊಕ್ಲುವಿನ ವಿವಿಧ ಮಸೀದಿಗಳಲ್ಲಿ ಈದ್ ಉಲ್ ಫಿತರ್ ರಂಜಾನ್ ಹಬ್ಬವನ್ನು ಸಂಭ್ರಮ ಶ್ರದ್ಧಾ ಭಕ್ತಿಯಿಂದ ಆಚರಿಸಿದರು. ನಾಪೊಕ್ಲು ಬಳಿಯ ಹಳೆ ತಾಲೂಕಿನ ಬದ್ರಿಯಾ ಜುಮಾ ಮಸೀದಿ, ನಾಪೊಕ್ಲುವಿನ ತೌಹೀದ್ ಜುಮಾ ಮಸೀದಿ, ಮದೀನಾ ಜುಮಾ ಮಸೀದಿ, ಚೆರಿಯಾಪರಂಬುವಿನ ಮುಹಿಯುದ್ದೀನ್ ಜುಮಾ ಮಸೀದಿ, ಕೊಳಕೇರಿ ಜುಮಾ ಮಸೀದಿ, ಎಮ್ಮೆಮಾಡು ಜುಮಾ ಮಸೀದಿ, ಪಡಿಯಾಣಿ ಜುಮಾ ಮಸೀದಿ, ಕುಂಜಿಲ ಬದ್ರಿಯಾ ಜುಮಾ ಮಸೀದಿ, ಕಲ್ಲುಮುಟ್ಟೆ ಜುಮಾ ಮಸೀದಿ, ಕೊಟ್ಟಮುಡಿ ಜುಮಾ ಮಸೀದಿ, ಆಜಾದ್ ನಗರ ಜುಮಾ ಮಸೀದಿ ಸೇರಿದಂತೆ ನಾಪೊಕ್ಲು ವಿಭಾಗದ ವಿವಿಧ ಮಸೀದಿಗಳಲ್ಲಿ ಆಯಾ ಮಸೀದಿಗಳ ಖತೀಬರ ನೇತೃತ್ವದಲ್ಲಿ ಈದ್ ಉಲ್ ಫಿತರ್ ಸಾಮೂಹಿಕ ನಮಾಜ್ ನಿರ್ವಹಿಸಲಾಯಿತು. ಈದ್ ಉಲ್ ಫಿತರ್ ಹಬ್ಬವು ಪರಸ್ಪರ ಶಾಂತಿ, ಸೌಹಾರ್ದತೆ, ಸಹಬಾಳ್ವೆಯನ್ನು ಸಾರುವ ಹಬ್ಬವಾಗಿದೆ. ಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಪೈಗಂಬರ್ ಅವರ ಸಂದೇಶದಂತೆ ನಾಡಿನಲ್ಲಿ ಎಲ್ಲಾ ಧರ್ಮದವರೊಂದಿಗೆ ಸೌಹಾರ್ದತೆಯನ್ನು ಬೆಳೆಸಿ ಐಕ್ಯತೆಯಿಂದ ಜೀವನ ನಡೆಸಬೇಕೆಂದು ಆಯಾ ಮಸೀದಿಗಳ ಧರ್ಮಗುರುಗಳು ಈದ್ ಸಂದೇಶ ಸಾರಿದರು. ಸಾಮೂಹಿಕ ಈದ್ ಉಲ್ ಫಿತರ್ ನಮಾಜಿನ ಬಳಿಕ ನಾಡಿನ ಸುಭಿಕ್ಷಕ್ಕಾಗಿ ಹಾಗೂ ನಾಡಿನಲ್ಲಿ ಮರಣ ಹೊಂದಿದವರಿಗೆ ವಿಶೇಷ ಪ್ರಾರ್ಥನೆ ಸಲ್ಲಿಸಲಾಯಿತು. ಬಳಿಕ ಎಲ್ಲರೂ ಸಿಹಿ ಹಂಚಿ ಪರಸ್ಪರ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ವಿನಿಮಯ ಮಾಡಿಕೊಂಡರು. ಈ ಸಂದರ್ಭ ಆಯಾ ಜಮಾತ್ನ ಅಧ್ಯಕ್ಷರು, ಆಡಳಿತ ಮಂಡಳಿ ಪದಾಧಿಕಾರಿಗಳು, ಸರ್ವ ಸದಸ್ಯರು ಪಾಲ್ಗೊಂಡಿದ್ದರು. ಶಾಂತಿಗೋಸ್ಕರ ಆಗಮಿಸಿದಂತಹ ಇಸ್ಲಾಂ ಧರ್ಮದ ಪವಿತ್ರವಾದ ಒಂದು ಆಚರಣೆಯಾಗಿದೆ ಈದ್ ಉಲ್ ಫಿತರ್. ಸ್ನೇಹ ಸೌಹಾರ್ದತೆಯನ್ನು, ಸಹಬಾಳ್ವೆಯನ್ನು ಪ್ರಚಾರಪಡಿಸೋದಕ್ಕೋಸ್ಕರ ಪ್ರವಾದಿವರರು ಇಲ್ಲಿ ಆಗತವಾಗಿ ಅವರ ಚರ್ಯೆಯನ್ನು ಅನುಸರಿಸುತ್ತಾ ಅವರ ಅನುಯಾಯಿಗಳು ಆಚರಿಸುವಂತಹ ಒಂದು ಸುಂದರ ಆಚರಣೆಯಾಗಿದೆ ಈದ್ ಉಲ್ ಫಿತರ್. ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾಡಿನ ಸರ್ವ ಜನತೆಗೂ ಶಾಂತಿಯನ್ನು, ಅದೇ ಸೌಹಾರ್ದತೆಯನ್ನು ಕಾಪಾಡಿಕೊಳ್ಳಬೇಕಾದಂತಹ ಒಂದು ಅನಿವಾರ್ಯತೆ ಇದ್ದು ಅವರಿಗೆಲ್ಲರಿಗೂ ಕೂಡ ಅದಕ್ಕೆ ಬೇಕಾಗಿ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೂಡ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ನಮ್ಮ ನಾಡಿನ ಏಳಿಗೆಗಾಗಿ, ನಮ್ಮ ಸಂಸ್ಕೃತಿಯ ಏಳಿಗೆಗಾಗಿ, ದೇಶದ ಬೆಳವಣಿಗೆಗಾಗಿ ನಾವೆಲ್ಲರೂ ಒಗ್ಗೂಡಿ ಇಂತಹ ಹಬ್ಬ ಆಚರಣೆಗಳಲ್ಲಿ ಒಗ್ಗಟ್ಟಾಗಿ ನಾವು ನಮ್ಮ ಆಚರಣೆ ನಡೆಸುವುದರ ಮೂಲಕ ದೇಶಕ್ಕೆ ಸೌಹಾರ್ದತೆ ಸಂದೇಶವನ್ನು ಈ ಈದ್ ಉಲ್ ಫಿತರ್ನ ಸಂದೇಶವಾಗಿ ಸಾರುತ್ತಾ ನಿಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವಬರಕಾತುಹು. എല്ലാവർക്കും ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഇൻഷാ അല്ലാഹ് പായദാരക്ക് ബദ്രിയ ജുമാ മസ്ജിദ് പള്ളിയിലെ ഖത്തീബ് ഖാലിദ് ഇമാമിയാണ്. അൽഹംദുലില്ലാ പെരുന്നാൾ നിസ്കാരവും എല്ലാം റാഹത്തിൽ ഭംഗിയായി കഴിച്ചുകൂട്ടി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. 29ാമത്തെ നോമ്പ് പൂർത്തിയാക്കി ഇന്ന് ലോക മുസ്ലിമീങ്ങൾ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഈ ചെറിയ നാടായ പായദാരക്ക് മഹൽ നിവാസികളെല്ലാവരും ചേർന്ന് പള്ളിയിൽ സൗഹാർദ്ദത്തോടുകൂടെ വന്ന് ചേർന്ന് പരസ്പരം മുസാഫാത്തും അതോടൊപ്പം നമ്മളിൽ നിന്ന് മരണപ്പെട്ട പൂർവികർക്ക് വേണ്ടി മൈതാനിൽ ചെന്ന് യാസീൻ ഓതി ദുആ ചെയ്യുക ചെയ്തു. എടുത്തു പറയാനുള്ളത്, ഈ വർഷത്തെ നോമ്പ് തുറ 1 മുതൽ 29 വരെ അതിവിപുലമായ രീതിയിലാണ് യാത്രക്കാർക്കും അതുപോലെ സാധാരണ പള്ളിയിലേക്ക് വരുന്നവർക്കൊക്കെ വിപുലമായ ഭക്ഷണവും നോമ്പ് തുറയും സംഘടിപ്പിച്ചു. അതിന് കഠിനാധ്വാനം ചെയ്തവർക്ക് അല്ലാഹു തആല റഹമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ ഒരു ഹൈന്ദവ സുഹൃത്ത് സംഭു മോലി, പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അജ്ജട്ടിറ സംഭു മോലി, അദ്ദേഹം നോമ്പ് ഇഫ്താർ ഇവിടെ സംഘടിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹജനങ്ങളെ, വിശ്വാസി മുഅ്മിനീങ്ങളെ, ലോകം മുഴുവനും ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പവിത്രമാക്കപ്പെട്ട മഹത്വം അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ചൊരിയുന്ന പ്രധാനപ്പെട്ട ഒരു ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്ന മഹാ സന്തോഷ നിമിഷത്തിലാണ് ലോകം കഴിയുന്നത്. ഒരു ഭാഗത്ത് ലോകമെമ്പാടും യുദ്ധകോലാഹലങ്ങളുമായി വളരെയേറെ വ്യസനത്തിലാണെങ്കിലും മുഅ്മിനീങ്ങൾ അള്ളാഹുവിലേക്ക് ബലമേൽപ്പിച്ചുകൊണ്ട് അത് വിജയിപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. അള്ളാഹു തആല ഈ ദിവസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ലോകത്തിന് മുഴുവനും സമാധാനം നൽകുമാറാകട്ടെ. കാരണം ലോകത്തിൽ കഴിയുന്ന ആളുകൾ, വിശ്വാസികൾ പലതരം ആളുകളുണ്ട്. മുഅ്മിനായ മനുഷ്യരുണ്ട്, ക്രൈസ്തവരായ ആളുകളുണ്ട്, അതേ ഹൈന്ദവ വിശ്വാസികളുണ്ട്, മറ്റു മതമുള്ളവനും ബുദ്ധമതക്കാരനും ഇല്ലാത്തവനുമുള്ള എല്ലാ ആളുകളുമുണ്ട്. എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യന് വിലയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം. അതെ, ഈ ഈദ് ഉൽ ഫിത്തറിൻ്റെ സന്ദേശം എന്ന നിലക്ക് ഈ പാവപ്പെട്ടവന് നിങ്ങളോട് കൈമാറാനുള്ള വലിയ വിലപ്പെട്ട ഉപദേശം എന്നുള്ളത്, നമ്മൾ ലോകമെമ്പാടും ജാതിമത ഭേദമന്യേ വ്യത്യാസമില്ലാതെ വർണ്ണ വിവരണങ്ങൾക്ക് അതേ നമ്മൾ ഊന്നൽ കൊടുക്കാതെ എല്ലാവരും ഒരു മനസ്സോടുകൂടെ നീങ്ങണമെന്ന പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അധ്യാപനം വളരെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. തൻ്റെ അയൽവാസി അതേ ക്രൈസ്തവനാണെങ്കിലും മുസ്ലിമാണെങ്കിലും കാഫിറാണെങ്കിലും അതേ ഹൈന്ദവ വിശ്വാസിയാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അവരെല്ലാവരോടും നിങ്ങൾ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും
കഴിയണമെന്നും അവർ പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവർക്ക് ഭക്ഷണം നൽകണമെന്നും അങ്ങനെ എല്ലാ നിലക്കും ചേർത്ത് പിടിക്കണമെന്നുള്ളതാണ് മുത്തുനബിയുടെ അധ്യാപനം. ഈ ഒരു അധ്യാപനം ഈദുൽ ഫിത്തറിൻ്റെ വളരെ വിലയേറിയ സന്ദേശം എന്ന നിലയ്ക്ക് അറിയിക്കുകയും ഈ ഒരു വിലപ്പെട്ട ഉപദേശം നമ്മുടെ നാനാഭാഗത്ത് നാനാജാതി മതത്തിലൂടെ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ഐക്യത്തിലും സ്നേഹത്തിലും കഴിയണമെന്നുകൂടി ഈ വിലയേറിയ ഒരു ഉപദേശം നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് മുഹയ്യദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളുടെയും ഉസ്താദുമാരുടെയും നല്ലവരായ നാട്ടിലെ ഇഷ്ടജനങ്ങളുടെയും വളരെയേറിയ വിലപ്പെട്ട ഈദുൽ ഫിത്തർ സന്ദേശവും അതേ 1000 ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. വളരെ സാഹോദര്യത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുക, ഇതിനെ മതസ്ഥരോടും നല്ല രൂപത്തിൽ വർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധമുഖത്തുള്ള എല്ലാ ജനങ്ങൾക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുള്ള ദുആ ആശംസയായി ഈ ദിവസത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യുന്നു. ಇತರ ಬಾಂಧವರಿಗೆ ನಮ್ಮ ನಮಸ್ಕಾರಗಳು. ಪವಿತ್ರವಾದ ರಂಜಾನ್ ತಿಂಗಳ ನಂತರ ನಡೆಯುವಂತಹ ಮಹತ್ತಾದ ಈದುಲ್ ಫಿತರ್ ಆಚರಣೆಯು ತುಂಬ ಸಂತೋಷದಿಂದ ಸಂಭ್ರಮದಿಂದ ಶಾಂತಿಯ ಸೌಹಾರ್ದತೆಯ ಸಂಕೇತವಾಗಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಾಡಿನ ಎಲ್ಲ ಕಡೆಯಲ್ಲಿಯೂ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಯುತ್ತಾ ಇರುವ ಸಂತೋಷದ ಅದೇ ರೀತಿಯಲ್ಲಿಯೂ ಕೂಡ ಎಮ್ಮೆಮಾಡಿನಲ್ಲಿಯೂ ಅತಿ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ನಡೆಸಲಾಯಿತು. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ವಿದೇಶದಲ್ಲಿರುವ ಸಂಕಟದ ಅವರ ಬೇಸರದೊಂದಿಗೆ ಕೂಡ ಈ ಒಂದು ವರ್ಷದ ಆಚರಣೆಯು ಸಂಭ್ರಮದಿಂದ ಆಚರಿಸ್ತಾ ಇದ್ದೇವೆ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಮ್ಮೆಮಾಡುವಿನ ಆರ್ವಸಿಯ ಎಲ್ಲ ಕಾರ್ಯಕರ್ತರ ಪರವಾಗಿಯೂ ಸರ್ವರಿಗೂ ಈದುಲ್ ಫಿತರ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಲ್ಲಿಸಲು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಸರ್ವರಿಗೂ ಈದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. ಪವಿತ್ರವಾದ 1 ತಿಂಗಳ ಉಪವಾಸ, ಪ್ರಾರ್ಥನೆ ಮತ್ತು ಶಿಸ್ತಿನ ಜೀವನದ ನಂತರ ಇಂದು ನಾವು ಈ ಸಂಭ್ರಮದ ದಿನವನ್ನು ಆಚರಿಸುತ್ತಿದ್ದೇವೆ. ಈದ್ ಎಂಬುದು ಕೇವಲ ಹಬ್ಬವಲ್ಲ, ಇದು ತಾಳ್ಮೆ, ಸಹನೆ ಮತ್ತು ಪರಸ್ಪರ ಪ್ರೀತಿಯ ಸಂಕೇತವಾಗಿದೆ. ನಮಗೆ ಆರೋಗ್ಯ ಮತ್ತು ಶಾಂತಿಯುತ ಜೀವನವನ್ನು ನೀಡಿದ ದೇವರಿಗೆ ನಾವು ಧನ್ಯವಾದ ಅರ್ಪಿಸಬೇಕು. ನಮ್ಮ ಕಷ್ಟ ಕಾಲದಲ್ಲಿ ಜೊತೆಗಿರುವ ಕುಟುಂಬದವರು ಮತ್ತು ಸ್ನೇಹಿತರನ್ನು ಪ್ರೀತಿಯಿಂದ ಸ್ಮರಿಸಬೇಕು. ಜಾತಿ ಮತದ ಭೇದವಿಲ್ಲದೆ ಎಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸಂತೋಷವನ್ನು ಹಂಚಿಕೊಳ್ಳುವ ದಿನವಿದು. ನಮ್ಮ ಸಂತೋಷದಲ್ಲಿ ಇತರರನ್ನು ಭಾಗಿ ಮಾಡಿಕೊಳ್ಳುವುದೇ ಈ ಹಬ್ಬದ ನಿಜವಾದ ಅರ್ಥ. ಹಸಿದವರ ನೋವನ್ನು ಹರಿಯುವುದು ಮತ್ತು ಇಲ್ಲದವರಿಗೆ ಸಹಾಯ ಮಾಡುವುದನ್ನು ಈ ರಂಜಾನ್ ನಮಗೆ ಕಲಿಸಿಕೊಟ್ಟಿದೆ. ಆ ಕಾಳಜಿ ನಮ್ಮಲ್ಲಿ ಸದಾ ಇರಲಿ. ಮನಸ್ಸಿನಲ್ಲಿರುವ ಹಳೆಯ ದ್ವೇಷ, ಕೋಪ ಮತ್ತು ಮುನಿಸುಗಳನ್ನು ಮರೆತು ಎಲ್ಲರನ್ನೂ ಹಪ್ಪಿಕೊಂಡು ನಗುವಿನಿಂದ ಹೊಸ ಜೀವನ ಆರಂಭಿಸಲು ಈ ಈದ್ ನಮಗೆ ಪ್ರೇರಣೆಯಾಗಲಿ. ಜಗತ್ತಿನಾದ್ಯಂತ ಶಾಂತಿ ಮತ್ತು ಸಮೃದ್ಧಿ ನೆಲೆಸಲಿ ಎಂದು ನಾವೆಲ್ಲರೂ ಪ್ರಾರ್ಥಿಸೋಣ. ಈ ಈದ್ ನಿಮ್ಮ ಮತ್ತು ನಿಮ್ಮ ಕುಟುಂಬದ ಜೀವನದಲ್ಲಿ ಸುಖ, ಶಾಂತಿ ಮತ್ತು ಐಶ್ವರ್ಯವನ್ನು ತರಲಿ ಎಂದು ಹಾರೈಸುತ್ತೇವೆ. ಮತ್ತೊಮ್ಮೆ ಎಲ್ಲರಿಗೂ ಈದ್ ಮುಬಾರಕ್. ഈ പറഞ്ഞ ലിസ്റ്റിലല്ല, അൽ മുഅ്മിൻ എന്ന ലിസ്റ്റിൽ പെടും. ആ അൽ മുഅ്മിൻ ലിസ്റ്റിൽ പെടുമ്പോ എത്ര വലിയ അപകടകാരികൾ നമ്മളെ വന്നാലും പ്രൊട്ടക്ഷൻ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവും. പ്രൊട്ടക്ഷൻ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. അത് അനുഭവിച്ചറിഞ്ഞവരല്ലേ നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് പതറേണ്ടതില്ല. നമ്മൾ ഇപ്പോഴും ഈ ഈദ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഈദ് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ്. ഈദ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മടക്കം എന്നാണ്. ആരിലേക്കുള്ള മടക്കം? ജലാലായ റബ്ബിലേക്കുള്ള മടക്കം. അതുകൊണ്ട് ഈ റമദാൻ കൊണ്ട് നേടിയെടുത്ത പരിശുദ്ധിയായ ജീവിതം, അതെ, ഇത്രയും കാലം തഹജ്ജുദില്ലായിരുന്നു, പക്ഷെ റമദാൻ വന്നപ്പോൾ തഹജ്ജുദായി. ഇത്രയും കാലം ജമാഅത്ത് കൃത്യമായില്ലായിരുന്നു, പക്ഷേ റമദാൻ സർവവേദനകളും എനിക്ക് പ്രശ്നമല്ല റസൂലേ. പരലോകത്തേക്ക് എന്റെ രോമകൂമത്തിൽ പോലും പോറലേൽക്കുന്നത് സഹിക്കാൻ പറ്റൂല റസൂലേ എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയുമായി, ശുദ്ധീകരണത്തിന്റെ തന്ത്രവുമായി, മായിസുമായി ബന്ധത്തിലേർപ്പെട്ട പെണ്ണും വന്ന് ഈ ലോകത്ത് തന്റെ തിന്മകൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിന്മകൾ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ലൈംഗിക ശുദ്ധീകരണം في برك وبحرك أجمعين يا رب العالمين. اللهم اغفر عنا الولاء والبلاء والوباء والفحشاء والمنكر والجدب والقعة والسيوف المختلفة والشدائد والمحن والفتن ما ظهر منها وما
അത്തരം കർശനമായ നടപടിയാണ്. കിടന്നുറങ്ങാൻ സമാധാനമില്ല. ഓരോ ശബ്ദങ്ങളും കേൾക്കുമ്പോൾ പേടിയാവുകയാണ്. ഫാമിലിയായി താമസിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളൊക്കെ സന്തോഷിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ദീനീ സംരംഭങ്ങളൊക്കെ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട്. ആ പ്രവാസികളെ മറന്നുകൊണ്ടുള്ള ആഘോഷം നമ്മൾ ഒരിക്കലും ആഘോഷിച്ചുകൂടാ. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. കൂടുതലായും ദുആക്ക് ഇജാബത്തുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ആഘോഷം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കണം. ഒരിക്കലും നമ്മുടെ ഇസ്ലാമിന്റെ ആഘോഷങ്ങള് നമ്മൾ മറ്റു മതസ്ഥരോട് തുല്യമാകുന്ന രൂപത്തിൽ അതിന്റെ ആവേശവും ആത്മീയതയും കളഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മൾ ആഘോഷിച്ചുകൂടാ. കാരണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആഘോഷങ്ങളൊക്കെയും അതൊക്കെയും ആരാധനകളാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന ഓരോ ഇബാദത്തുകളാണ്. നമ്മൾ ഇന്ന് നിസ്കരിക്കുന്ന നമസ്കാരവും കുടുംബ സന്ദർശനവും ഫിത്ർ സക്കാത്തും എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന ആരാധനയാണ്. അതുകൊണ്ട് ഈ ആരാധനയുടെ മഹത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റു സമുദായത്തോട് സാദൃശ്യമാകുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മൾ ഇന്നത്തെ ദിവസം ആഘോഷിച്ചുകൂടാ. ആ കാര്യം പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ദിവസത്തിൽ നമ്മൾ കുടുംബബന്ധം പുലർത്തണം. തെറ്റി നിൽക്കുന്നവരും നമ്മൾ വെറുപ്പുള്ളവരും വിദ്വേഷമുള്ളവരും ഒന്നും ഇന്നുണ്ടായിക്കൂടാ. കാരണം അതൊക്കെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ വലിയ തടസ്സമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടായിക്കൂടാ. നമ്മൾ അങ്ങോട്ട് പോയി കുടുംബ സന്ദർശനം നടത്തി കുടുംബബന്ധം പുലർത്തി ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ കൊണ്ടാടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. അതുപോലെ പെരുന്നാളിന്റെ ദിവസം പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ള നമുക്കറിയാം. ഇന്നത്തെ ദിവസം നമ്മുടെ യുവാക്കളും ചെറുപ്പക്കാരൊക്കെ വാഹനങ്ങൾ എടുത്ത് പലയിടത്തും വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കേണ്ടത് നമ്മൾ ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെയും പാലിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടി. അതിര് കടന്നുകൊണ്ടുള്ള ഒരു യാത്രയും നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പാടില്ല. കാരണം ഗവൺമെന്റിന്റെ നിയമങ്ങള് അത് ഗവൺമെന്റ് രേഖകളിൽ മാത്രം രേഖപ്പെടുത്താറുള്ളതല്ല. നേരെ മറിച്ച് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താറുള്ളത്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആ ഗവൺമെന്റിനോടുള്ള ഒരു ബാധ്യതയാണ് നമ്മൾ യഥാർത്ഥ ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോ യുവാക്കളൊക്കെയും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെ ഇഫ്താർ സംഗമങ്ങളൊക്കെ നടത്തി വളരെയധികം നമ്മളോട് സഹകരിച്ച് നല്ല നിലക്ക് സഹകരിച്ച് നമ്മുടെ ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ നിങ്ങൾക്കുണ്ടായ ആവേശം അത് ചോരാതെ നമ്മുടെ പള്ളിയിലും മദ്രസയിലും നടക്കുന്ന എല്ലാ ദീനീ സംരംഭങ്ങൾക്കും നമ്മുടെ ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. നമുക്കറിയാം ഹബീബായ